नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വെരിഫിക്കേഷന് പോകാൻ. നമ്മളെല്ലാവരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരായിരിക്കും. അപ്പോൾ എത്ര പേര് നമ്മളതൊന്ന് വ്യൂ ചെയ്ത് നോക്കിയിട്ടുണ്ട് പ്രൊഫൈലിൽ കയറിയിട്ട്? അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വെരിഫിക്കേഷന് പോയാൽ നമ്മളെ പ്രൊഫൈലിൽ കയറി അവർ നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഒന്ന് വ്യൂ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ഇല്ലെങ്കിൽ റീ അപ്ലോഡ് വീണ്ടും അവർ ചെയ്യിപ്പിക്കും. അപ്പോൾ വെരിഫിക്കേഷന് പോയപ്പോൾ അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ട ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവിടെ വന്ന എല്ലാ ടീച്ചേഴ്സിനും ഈ ഒരു അവസ്ഥ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വെരിഫിക്കേഷന് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ക്ലിയർ ആണോ, വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ അത് ഡിലീറ്റ് ആക്കി വീണ്ടും റീ അപ്ലോഡ് ചെയ്യുക. നല്ല ഇൻ്റർനെറ്റ് കഫേ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ SSLC +2 അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷനും ആകട്ടെ, അതിൽ നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താക്കുക, ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് വേണം വെരിഫിക്കേഷന് പോകാൻ, അപ്ലോഡ് ചെയ്യാനും. ഓക്കെ. പിന്നെ ഇയർ ഓഫ് പാസിംഗ് ഡേറ്റ്, ഇയറും ഡേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. SLCയും +2 അല്ലെങ്കിൽ നമ്മുടെ ഏത് ക്വാളിഫിക്കേഷനാണോ പാസ്സായ ആ ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇയർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സാധാരണ കൊടുത്തിട്ടുണ്ടാവുക നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ മുകളിലുള്ള ഡേറ്റ് ആയിരിക്കും. അപ്പോൾ മുകളിലുള്ള ഡേറ്റ് അല്ല കൊടുക്കേണ്ടത്, അവിടെ താഴെ റിസൾട്ട് പബ്ലിഷിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ ഇടതുവശത്തായിട്ടും അല്ലെങ്കിൽ നടുക്കൊക്കെ ആയിട്ട് താഴെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും. സർട്ടിഫിക്കറ്റ്സിൻ്റെ താഴെയുള്ള ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വെരിഫിക്കേഷന് പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങളെ വെരിഫിക്കേഷൻ പെട്ടെന്ന് പൂർത്തിയാകും. അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ പ്രൊഫൈലിലേക്ക് OTP വരികയും ചെയ്യും. അപ്പോൾ OTP വന്നാൽ അത് നമ്മൾ പ്രിൻ്റ് കോപ്പി എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് സൂക്ഷിക്കുക. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതും കൊണ്ടുപോകുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളെ പ്രൊഫൈലിൽ കയറിയിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക. ക്ലിയർ ഇല്ലെങ്കിൽ റീ അപ്ലോഡ് ചെയ്യുക. അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ പോയിട്ട് ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ആപ്ലിക്കബിൾ ആക്കി വെക്കുക. അതേപോലെ ഡേറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക. സർട്ടിഫിക്കറ്റ്സിന് താഴെയുള്ള റിസൾട്ട് പബ്ലിഷിംഗ് ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ഈ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്തു വെക്കുക കേട്ടോ. ഇത്രയും പൂർത്തിയാക്കി വേണം നിങ്ങൾ വെരിഫിക്കേഷന് പോകുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ധന്യവാദം.